ഒരു ഞായറാഴ്ചത്തെ വിശേഷമായിട്ടാണല്ലോ. ഇന്ന് കർക്കിടക മാസമൊക്കെ അല്ലേ, അപ്പോൾ ഞായറാഴ്ചയാണ്, എല്ലാവർക്കും ലീവാണ്. അപ്പോൾ ഒന്ന് അമ്പലത്തിൽ പോകാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി അമ്പലത്തിലേക്ക് പോയിട്ടോ. ഇവിടെ അടുത്ത് വെച്ചാൽ ഒരു 10-25 മിനിറ്റ് കഴിഞ്ഞ ഒരു ചക്കളക്കുത്തുകാവ് പറഞ്ഞൊരു അമ്പലം കേട്ടോ. അമ്പലത്തിൽ ഞങ്ങൾ ഇതിൻ്റെ മുമ്പേ പോയിട്ടുണ്ട്. പക്ഷേ ആ അമ്പലത്തിലെ പൂജാരിയാണ് നമ്മുടെ ഈ ക്ലിനിക്കിൻ്റെ ഉദ്ഘാടനത്തിന് ഗണപതി ഹോമത്തിനൊക്കെ വന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇടയ്ക്കൊക്കെ അങ്ങോട്ട് വരണം കേട്ടോ എന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ഞങ്ങൾ അങ്ങനെ അങ്ങോട്ട് വെച്ചിട്ട് എന്നാൽ അമ്പലത്തിലേക്ക് പോകാൻ പറഞ്ഞു. എന്നാൽ നമുക്ക് അങ്ങോട്ട് പോകാൻ പറഞ്ഞിട്ട് ഞങ്ങൾ അമ്പലത്തിലേക്ക് പോയിട്ടോ. പോണ വഴിക്കുള്ള കാഴ്ചകളാണ് ശരിക്കും പറയാച്ചാൽ ഇവിടെ നമ്മുടെ നാട്ടിലെ മാതിരി തന്നെ നല്ല അമ്പലങ്ങളും മരങ്ങളും തെങ്ങുകളും. ശരിക്കും ഞാനൊരു ഗ്രാമപ്രദേശത്താണ് നാട്ടിൽ, അതേമാതിരി തന്നെ എനിക്ക് ഇവിടെയും തോന്നുന്നത്. ശരിക്കും നമ്മൾ ബാംഗ്ലൂരാന്നൊക്കെ പറഞ്ഞ് കേൾക്കുമ്പോൾ ഭയങ്കര ടൗണ് ബിൽഡിങ്ങുകൾ ഫാക്ടറി അങ്ങനെയൊന്നുമല്ല കേട്ടോ. ശരി പൂക്കളും യൂക്കാലിയും തെങ്ങും അങ്ങനെ മാവ് അങ്ങനെ കണ്ടിട്ടില്ല കേട്ടോ. മാവ് ഇങ്ങനെ അപൂർവമായിട്ട് ഓരോന്നൊക്കെ കണ്ടിട്ടുള്ളൂ. പിന്നെ അവളിങ്ങനെ പോകുമ്പോൾ അവളിങ്ങനെ അവളുടേതായ സ്റ്റൈലിൽ കാറിൽ പാട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഡാൻസൊക്കെ ചെയ്തിട്ട് ഇങ്ങനെ പോയി. പിന്നെ ഞങ്ങൾ ഇതാ യൂക്കാലിയൊക്കെ കണ്ടോ. നമ്മുടെ നാട്ടിൽ മാതിരി തന്നെ ഒരു വ്യത്യാസവും ഇല്ല കേട്ടോ. ഇവിടെ കുറേ സ്ഥലങ്ങളാട്ടോ. ഇവിടെ ഈ അമ്പലത്തിൻ്റെ ചുറ്റുപുറം കുറേ സ്ഥലങ്ങൾ. ഇവിടെ പൊങ്കാല നടക്കാറുണ്ടെന്നാണ് ഒരാൾ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു കേട്ടോ. കുറേ ഒരുപാട് ആൾക്കാർ വരും പറഞ്ഞു, കുറേ മലയാളികൾ വരും പറഞ്ഞു. ഇവിടെ ഈ പരിസരത്തിൻ്റെ ഭാഗത്തൊക്കെ ഇതിൻ്റെ അപ്പുറത്തൊക്കെ നിറയെ മലയാളികൾ തോന്നുന്നു. മലയാളികൾ നടത്തുന്ന അമ്പലമാണല്ലോ. കുറേ നമുക്ക് നിറയെ ഭയങ്കര സ്ഥലമാണ്. പിന്നെ ഞങ്ങൾ ചെരുപ്പൊക്കെ ഊരിയിട്ട് ഉള്ളിൽ കയറിയപ്പോൾ അയാൾ പറഞ്ഞു എന്നാൽ ചീട്ടാക്കുക. അയാൾ പറഞ്ഞു ഇവിടെ ചീട്ടായിക്കോളൂ പറഞ്ഞു. ഞങ്ങൾ അങ്ങോട്ട് കിടന്നിട്ട് അവിടെ നമ്മുടെ പുഷ്പാഞ്ജലിക്കും എല്ലാവരും വിളക്കും മാലയും എല്ലാം ചീട്ടാക്കിയപ്പോൾ മോൻ അപ്പോഴേക്കും നമ്മുടെ ക്ലിനിക്കിൻ്റെ അടുത്ത് ഒരാളെ കണ്ടു കേട്ടോ. അയാൾ പറഞ്ഞു നിങ്ങൾ എവിടെയാണെന്നൊക്കെ ചോദിച്ചു. പക്ഷേ അയാൾ ആലപ്പുഴക്കാരനത്രേ. അപ്പോൾ ഞങ്ങൾ പാലക്കാട് പട്ടാമ്പിക്കടുത്ത് അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു, വർത്താനമൊക്കെ പറഞ്ഞു. അപ്പോഴേക്കും അവൾക്ക് അങ്ങോട്ട് പോകാൻ തിരക്കായി തുടങ്ങി. അച്ഛൻ വരുമോ പറഞ്ഞ് വാശി പിടിക്കാൻ തുടങ്ങി. പിന്നെ ഞങ്ങൾ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് പോയി പ്രദക്ഷിണമൊക്കെ വെച്ചു. പ്രദക്ഷിണം വെച്ചിട്ട് പിന്നെ അവിടെ ഗണപതി ഹോമത്തിൻ്റെ പ്രസാദമൊക്കെ ഇരുന്നായിരുന്നു കേട്ടോ. ആ ഗണപതി ഹോമത്തിൻ്റെ പ്രസാദമൊക്കെ എടുത്ത് കഴിച്ചു. അവൾക്ക് ഭയങ്കര ഇഷ്ടമായി. അച്ചാക്കി പ്രസാദം എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ അച്ഛൻ്റെ അടുത്ത് പ്രസാദമൊക്കെ മേടിച്ച് കഴിച്ച് അങ്ങനെ ഞങ്ങൾ പോന്നു. പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ പിന്നെ ഒരു മലയാളി ഉണ്ടാവാറില്ലേ, ആലപ്പുഴക്കാരൻ. അയാൾ പറഞ്ഞു നിങ്ങൾ ഏത് വഴിയാണ് വരുന്നത് വെച്ചു. അപ്പോൾ ഞങ്ങൾ ഈ ഭാഗത്ത് തന്നെയാണെങ്കിലും പക്ഷേ അയാൾ വളഞ്ഞൊരു വഴി കൂടെ പറഞ്ഞു. ഞങ്ങൾ ഷോർട്ട് കട്ടാണ് പോകുന്നത്. അപ്പോൾ അയാൾ പറഞ്ഞു ഞങ്ങളും വരാം, നമുക്ക് ആ വഴി അറിയില്ലോ. അവരെപ്പോഴും വരാം. അവരുടെ മക്കളൊക്കെ പുറത്ത് എവിടെയൊക്കെ തോന്നുന്നുണ്ട്. ഒരു മകൻ ബാംഗ്ലൂരുണ്ട് തോന്നുന്നുണ്ട്. അപ്പോൾ ഒരു നാട്ടിൽ ജോലി ഉണ്ടായിരുന്ന ഒരാളാണ്, അയാൾ റിട്ടയറായി. പിന്നെ അപ്പോൾ ബാംഗ്ലൂർ ഇടയ്ക്ക് വരും, ഇടയ്ക്ക് നാട്ടിൽ പോവും. അങ്ങനെ അപ്പോൾ ഉള്ള സമയമൊക്കെ അമ്പലത്തിലേക്ക് വരും എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഞങ്ങൾ തിരിച്ചു പോകുന്നു. ഞങ്ങൾ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല രാവിലെ വീട്ടിൽ. അപ്പം എന്നാൽ പിന്നെ ഞാൻ നേരെ ക്ലിനിക്കിലേക്കാണ് പോകുന്നത്. അപ്പം എന്നാൽ ബ്രേക്ക്ഫാസ്റ്റ് കയറി ഒരു ഹോട്ടലിൽ കയറി കഴിക്കാമെന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങൾ ഒരു ഹോട്ടലിൽ കയറിയിട്ടോ. വീട്ടിലൊന്നും ഉണ്ടാക്കിയില്ല. രാവിലെ നമ്മൾ നേരത്തെ ഇറങ്ങിയല്ലോ. അപ്പോൾ പറഞ്ഞു നമുക്ക് അല്ലെങ്കിൽ ചെന്നിട്ട് ഉണ്ടാക്കാമെന്നൊക്കെ വിചാരിച്ചപ്പോഴേക്ക് നേരം വഴുകി. പിന്നെ ഞങ്ങൾ കയറിയിരുന്നു. സാധനം നമുക്ക് ഓർഡർ ചെയ്തു കേട്ടോ. ഓർഡർ ചെയ്തിട്ട് തീരെ തിരക്കില്ല. 2 സ്ഥലം ഉണ്ടെന്നു, തീരെ തിരക്കൊന്നുമില്ല. അത് കാരണം വേഗം കിട്ടുമെന്ന് വിചാരിച്ചിരുന്നു. അവളോട് ചോദിച്ചു എന്താ വേണ്ടത് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു ദോശ. നമ്മൾക്ക് 5 ദോശ വേണം പറഞ്ഞു. വെറുതെ പറയുക, ഒരു കഷ്ണമൊക്കെ കഴിക്കലോ കേട്ടോ. പക്ഷേ ഭയങ്കര വിശപ്പായി തോന്നുന്നുണ്ട്. 9:30 ആവാറായില്ലേ. അപ്പോഴേക്കും ദോശ വന്നു. അവൾ ഞാനും ദോശ ഓർഡർ ചെയ്തു കേട്ടോ. കുഴപ്പമില്ല, അവളും കഴിച്ചു ഞാനും കഴിച്ചു. ഇവർ രണ്ടാളും വേറെ എന്തൊക്കെയാണ് ഓർഡർ ചെയ്തത്. അപ്പോഴേക്കും അമ്മയ്ക്ക് കട്ടിദോശ കേട്ടോ അമ്മ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ കട്ടിദോശ വന്നു അമ്മയ്ക്ക്. പിന്നെ അത് കഴിഞ്ഞ് പിന്നെയും കാത്തിരുന്നുണ്ട്. മോന് കുറച്ചും കൂടി കഴിഞ്ഞിട്ട് മോന് വേറെ എന്താണ് ഓർഡർ ചെയ്തത്. അപ്പോൾ കിട്ടാൻ നല്ല പാടാട്ടോ. ഇവിടെ ഹോട്ടലിൽ പോയി നമ്മൾ 1 മണിക്കൂർ 3/4 മണിക്കൂറൊക്കെ ഇരിക്കണം. അവർ അപ്പം ഉണ്ടാക്കി കൊണ്ടുപോയി തോന്നുന്നുണ്ട് സാധനങ്ങൾ. അപ്പോൾ പൂരി മതി എന്നൊക്കെ പറഞ്ഞു മോൻ പൂരി കഴിച്ചു കേട്ടോ. പൂരി കഴിച്ചിട്ട് പിന്നെ ഞങ്ങൾ അവിടുന്ന് ഇറങ്ങിയിട്ട് ഇതായി പോരുമ്പോൾ ഈ ആന്ധ്രകള്ളി ക്ലിനിക്കിലേക്ക് ആക്കാം. എൻ്റെ ക്ലിനിക്ക് ആന്ധ്രകള്ളിയാണല്ലോ, അവിടേക്ക് ആക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും കൂടി അവിടുന്ന് ഇറങ്ങിയിട്ട് പിന്നെ കുറച്ചിങ്ങോട്ട് പോകുന്നപ്പോൾ ഞങ്ങളെ എന്ന ക്ലിനിക്കിലേക്ക് പോകുന്ന വഴികളാട്ടോ. ഇവിടെ ഒരു മരം കണ്ടില്ലേ, ആ മരമാണ് ഞങ്ങളുടെ ആന്ധ്രകളുടെ സ്റ്റോപ്പ്. അവിടെ എത്തി. പിന്നെ ഞാൻ ക്ലിനിക്കിൽ കയറി. അവർ വീട്ടിലൊക്കെ വീട്ടിൽ പോയിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞ് വരാമെന്ന് പറഞ്ഞിട്ട് അവർ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് വന്നിട്ട് പിന്നെ മോനെ ഇരുന്നിട്ട് കുറച്ച് കണക്കൊക്കെ നോക്കി. ഇനി വേറൊരു വീഡിയോ ആയിട്ട് നാളെ വരാം കേട്ടോ. എല്ലാവരും ലൈക്കും ചെയ്യണം, സബ്സ്ക്രൈബും ചെയ്യണം.